ഗൈസ്, മലയാളത്തിലെ ഏറ്റവും മികച്ച റിവഞ്ച് സ്റ്റോറി ഏതാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകനായിട്ട് മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ മലയാളത്തിലുണ്ട്. പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ച മലയാള സിനിമ ഏതാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞു വന്നതെല്ലാം ഒരേ ഒരു പടത്തിനെ കുറിച്ചാണ്. മലയാളത്തിലെ ആദ്യത്തെ 70mm പടം 1982 റിലീസ് ചെയ്ത പടയോട്ടം. ഗൈസ്, ഈ ഒരു പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഡയറക്ട് ചെയ്ത സെയിം ഡയറക്ടർ, അതായത് ജിജോ പൊന്നൂസ് ആണ് ഈ ഒരു സിനിമയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ആ ടൈമിൽ പൊതുവെ 10 ലക്ഷം 15 ലക്ഷം എന്നുള്ള രീതിയിലാണ് പൊതുവെ സിനിമ വരാറുള്ളത്. പക്ഷെ 1 കോടി എന്ന് പറയുന്ന ആ ടൈമിൽ ഉയർന്ന ഒരു ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമയിലെ നായകനായിട്ട് വരുന്നത് മലയാളത്തിലെ പഴയ സൂപ്പർ സ്റ്റാർ ആയ പ്രേം നസീറാണ്. അത്രയും പഴയ സിനിമയാണെന്നും വിചാരിച്ചിട്ട് ആ ഒരു പണിയിട്ട് പോകാൻ നിൽക്കണ്ട. കാരണം ആ ഒരു ടൈമിൽ എടുത്തതിൽ അത്രക്കും കിട്ടില്ല പടാണ് ഗൈസ് ഇത്. കാരണം ഇതിന്റെ സ്റ്റോറി കൺസെപ്റ്റെല്ലാം വേറെ ലെവലാണ് ഗൈസ്. ഒരിക്കലും നിങ്ങൾ കണ്ടുപോകേണ്ട ഒരു മസ്റ്റ് വാച്ച് പടാണിത്. ഈ പഴയ ഒരു കാലഘട്ടം, ആ ഒരു യുദ്ധം, ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു സംഭവം കാണിക്കുന്നതിന് ഇപ്പം ബാഹുബലിയാണ് ഇപ്പൊ പ്രസന്റിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് വേണ്ടി പറയാം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 1982 കാലഘട്ടത്തിൽ ആ ഒരു ടൈമിലെ ടെക്നോളജികളും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ ഏറ്റവും മികച്ച സിനിമ എന്ന് വേണ്ടി പറയാം. ഞാൻ ഈ അടുത്തായിട്ട് മലയാളത്തിലെ പഴയ സിനിമകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഒരു പഴയ നല്ല അടിപൊളി സിനിമ ഏതാണ് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഈ ഒരു സിനിമ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിലെ നായകൻ ആരോ ചോദിച്ചപ്പോൾ പ്രേം നസീറാന്ന് പറഞ്ഞു. അത്രയും പഴയതാണ്, അത്രയും പഴയതൊന്നും വേണ്ട, കുറച്ച് പുതിയത് മതി എന്ന് പറഞ്ഞു. അടിപൊളി സിനിമയാണെന്ന് മമ്മൂട്ടിയും മോഹൻലാലും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ച സിനിമയെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി, കണ്ടുവൊക്കെ വിചാരിച്ച്. അങ്ങനെയാണ് ഈ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സിനിമയെ കുറിച്ച് പറയാല ഗൈസ്, ഞാൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ കണ്ടതിൽ ഏറ്റവും മികച്ച റിവഞ്ച് സ്റ്റോറിയാണിത്. ഈ ഒരു സിനിമയിൽ തന്നെ കമ്മാരൻ എന്നുള്ള പേരിൽ മമ്മൂട്ടിന്റെ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. ഐക്കോണിക് വില്ലൻ എന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പീക്ക് ലെവൽ വില്ലൻ. ഈ ഒരു സിനിമ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം തന്നെ ഈ ഒറ്റൊരു വില്ലനാണ്. ഈ ഒരു ഭയങ്കര വില്ലനായ മമ്മൂട്ടിയുടെ മകനായിട്ടാണ് നമ്മുടെ മോഹൻലാൽ ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിന് ശേഷമാണ് മോഹൻലാലിന്റെ സീനല്ല ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഈ ഒരു പടം. ഈ മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിൽ മോഹൻലാൽ, മമ്മൂട്ടി, പ്രേം നസീർ, ശങ്കർ, മധു അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്. അതായത് നമ്മളെ മലയാളത്തിലെ 2 ജനറേഷനിലെ സൂപ്പർ സ്റ്റാറുകളെയും ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ എന്നുള്ള പ്രത്യേകതയും ഈ ഒരു പടത്തിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിലെ പഴയൊരു 2020 എന്ന് വേണ്ടി പറയാം. 1846 ഇറങ്ങിയ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഗൈസ്, ഇത്തരത്തിലുള്ള ഒരു ഫേമസ് നോവലിനെല്ലാം ബേസ് ചെയ്തിട്ട് അതും 1982 കാലഘട്ടത്തിൽ മലയാളീകരിച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുണ്ടായിരുന്നു പറയുമ്പോൾ ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സത്യം പറഞ്ഞതിൽ ആ ഒരു പ്രേം നസീറിന്റെ ക്യാരക്ടർ അതിൽ അവസാനം പറയുന്ന ഒരു ഐക്കോണിക് ഡയലോഗെല്ലാം ഉണ്ട്. ഗൂസ് ബംസ് വരുന്ന സാധനമല്ലോ. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ 7000 രാവുകൾ എണ്ണി ഉറക്കമിളച്ച് ഞാൻ കാത്തിരുന്നത്. സിനിമ ഫസ്റ്റ് ഹാഫ് നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ പ്രേം നസീറിന്റെ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിലുണ്ട്. അല്ല, സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു ജെൻസി ആയിട്ട് കൂടി ഈ ഒരു സിനിമയിലെ പ്രേം നസീറിന്റെ ആ ഒരു ക്യാരക്ടർ ഓവറോൾ ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും എല്ലാം കൊണ്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. ആ ഒരു സിനിമയിലെ നായകനും നായികയും വില്ലനും ഒരുമിച്ച് അഭിനയിക്കുന്ന 2ാമത്തെ സിനിമയാണ് ഈ ഒരു പടം. ഗൈസ്, ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് പോയപ്പം ഞാൻ ഷോക്കായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2.5 വർഷത്തോളം കാലം ഈ ഒരു സിനിമ തിയേറ്ററിൽ മാത്രം ഓടിയത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയാം ഈ ഒരു പടത്തിന്. 2.5 വർഷത്തിൽ കൂടുതലല്ല ഒരു സിനിമ തിയേറ്ററിൽ ഓടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ പോരെ ആ ഒരു പടത്തിന്റെ റേഞ്ച് എത്രയുണ്ട്. പ്രണയവും ചതിയും വർഷങ്ങൾ നീണ്ടുക്കുന്ന പ്രതികാരവും എല്ലാം ചേർന്ന ഈ ഒരു പടം സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എല്ലാത്തരം ഓഡിയൻസും ഈ ഒരു സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. സിനിമയിൽ പ്രധാനമായിട്ടും 3 പാട്ടുകളാണുള്ളത്. സിനിമയിൽ 3 പാട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് യേശുദാസ് പാടിയ ആഴിക്കങ്ങേ കരയുണ്ടോ എന്ന് പറഞ്ഞ ഒരു പാട്ടാണ്. ആ ഒരു പാട്ടിന്റെ വിഷ്വൽസ് കൂടുതലും കടലിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതിൽ തന്നെ ആ ഒരു കടൽ കൊള്ളക്കാരുടെയും അടിമകളുടെയൊക്കെ സീനെല്ലാം അതും ആ ഒരു കാലഘട്ടത്തിൽ അത്രക്കും അടിപൊളിയായിട്ടാണ് ഗീസ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിന്റെ വില്ലൻ റോള്, മമ്മൂട്ടിന്റെ കരിയറിൽ തന്നെയുള്ള ബെസ്റ്റ് ഒരു വില്ലൻ റോൾ തന്നെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നമുക്ക് പറയാം. ഈ വില്ലനായ മമ്മൂട്ടിന്റെ മകനായിട്ട് മോഹൻലാലിന്റെ ആ ഒരു കോംബോ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സംഭവം ആ ഒരു കാലഘട്ടത്തിൽ വലിയ സിനിമകളെല്ലാം നിർമ്മിക്കുന്ന നവോദയ അപ്പച്ചനാണ് ഈ ഒരു സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയ നെഗറ്റീവ്സ് ഏതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടത്തിലെ കോമഡി രംഗങ്ങളൊന്നും എനിക്ക് അത്ര കണ്ട് വർക്കൗട്ട് ആയില്ല. പക്ഷേ കോമഡി സീൻസ് എന്നെല്ലാം പറയാൻ വേണ്ടി ഇതിൽ വലുതായിട്ട് കോമഡി സീൻസ് ഒന്നുമില്ല, കൂടുതലും സീരിയസ് ആയിട്ട് പോകുന്ന ഒരു പടമാണ് ഇത്. പിന്നെ ആകെയുള്ളത് പഴയ കുതിരവട്ടം പപ്പുവിന്റെ കുറച്ച് കോമഡി സീൻസ് മാത്രം. പിന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യത്തെ 70mm പടമാണ് ഈ പറയുന്ന പടയോട്ടം. പ്രധാനമായിട്ട് ഈ ഒരു സിനിമയിൽ ഇമോഷണൽ സീൻസ് എല്ലാം നല്ല രീതിയിൽ കണക്ട് ആക്കുന്നതാണ്. അതിലൊരു കൂട്ടം കടൽക്കൊള്ളക്കാരുടെ പ്രേം നസീർ അകപ്പെടുമ്പോൾ ഒരു സീനുണ്ട്. ആ ഒരു സീനിലെ പ്രേം നസീറിന്റെ അഭിനയം സൂപ്പർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സിനിമയിലെ നായകനെ പോലെ എടുത്തു വരേണ്ട ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിലെ വില്ലനും. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി എന്ന ആ ഒരു നടന്റെ കരിയർ ഈ ഒരു സിനിമയിലൂടെ കുറച്ച് മാറ്റം വന്നു എന്ന് വേണ്ടി പറയാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫിന് ശേഷം മാത്രമേ മോഹൻലാലിന് ഈ ഒരു സിനിമയിൽ റോൾ ഉള്ളതെങ്കിലും ആ ഒരു കിട്ടിയ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നതല്ല ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ, അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ച 70mm സിനിമ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മുന്നിട്ട് നിന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഇപ്പം എന്ത് പറ്റി? ഈ പടയോട്ടം പോലത്തെ പടങ്ങളൊന്നും എന്തുകൊണ്ട് മലയാളത്തിൽ ഇപ്പം വരുന്നില്ല? ഈ അടുത്തായിട്ട് കുറച്ച് നല്ല പടങ്ങളെല്ലാം വന്നിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി കുറച്ച് കയറി വരുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് വീഡിയോ വെച്ച് നമുക്ക് പാളി. ഇത് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരിക്കൽ സംസാരിക്കാം.
പിന്നെ ഈ പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളമാർ ഈ സിനിമയെ എങ്ങനെ എടുക്കുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പ്രായത്തിൻ്റെ അല്ല ഗൈസ്, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരായാലും നിങ്ങളൊരു സിനിമ മനസ്സിലാക്കി അതിൻ്റെ പൾസ് തിരിച്ചറിഞ്ഞ് കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ആ ഒരു കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി തരാം. ഈ ഒരു പടയോട്ടം എന്ന് പറഞ്ഞ സിനിമേൻ്റെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ട് ആ ഒരു സിനിമയൊന്ന് കണ്ടു കളയാൻ ആഗ്രഹിച്ച കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സ്പോയിലർ ആക്കാൻ നിൽക്കുന്നില്ല. യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കിട്ടുമായിരിക്കും. ഒന്നും വേണ്ട, ഇപ്പോൾ ടെലഗ്രാമിൽ ചോദിച്ചാൽ തന്നെ ഏത് സിനിമയാണ് കിട്ടാത്തത്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ചാനൽ മുമ്പിട്ട് വീഡിയോസ് എല്ലാം പറ്റുവാണെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം.